ഈ കുഞ്ഞുങ്ങളുടെ എണ്ണത്തിലുണ്ടായ കുറവിനെ നമ്മുടെ സമൂഹം എങ്ങനെ അതിജീവിക്കും എന്നുള്ളത് ഇന്ന് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. സ്വാഭാവികമായിട്ടും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ നോക്കുമ്പോൾ വലിയ വലിയ വീടുകൾ ധാരാളമുണ്ട്, പക്ഷെ വീടിനകത്ത് മനുഷ്യരില്ല. ദൈവമേ, വയസ്സാവുമ്പോൾ എന്നെ നോക്കാൻ നല്ലൊരു ബംഗാളീനെ തരണേ എന്ന് നിങ്ങൾ ഇപ്പോഴേ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോളൂ എന്ന് ഞാൻ അവരുടെ അടുത്ത് പറയും. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് മക്കളെന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആ കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ ദൈവം നമുക്കൊരു പ്രായകാലഘട്ടം തന്നിട്ടുണ്ട്. ന്യൂക്ലിയർ ഫാമിലി, 1-2 കുട്ടികൾ മാത്രം മതി എന്ന് ചിന്തിക്കുന്ന ഈ ഒരു സമൂഹത്തിൽ കൂടുതൽ കുട്ടികളെ സ്വീകരിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഗൈനക്കോളജിസ്റ്റ് ഉണ്ട് ഇവിടെ. വി വെൽക്കം ഡോക്ടർ ഫിൻഡോ. സമൂഹത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഡോക്ടർക്ക് എന്താ പറയാനുള്ളത്? ഇന്നത്തെ കാലഘട്ടം വലിയൊരു പ്രതിസന്ധിയാണ് ശരിക്കും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം സമൂഹത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. 1997 കേരളത്തിൽ നിന്നുള്ള കണക്കുകൾ പറയുന്നത് ഒരു വർഷം ജനിച്ച കുഞ്ഞുങ്ങളുടെ എണ്ണം 6.04 ലക്ഷം എന്നുള്ളതായിരുന്നു. കാരണം ഞാൻ എൻ്റെ 10ാം ക്ലാസ് പരീക്ഷ എഴുതിയ വർഷമാണ് ഈ 1997. അന്നൊക്കെ 5.5 ലക്ഷം 6 ലക്ഷത്തോളം കുട്ടികളാണ് ഒരു വർഷം 10ാം ക്ലാസ് പരീക്ഷ എഴുതിയിരുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ വർഷം 2024 കണക്ക് ഇതുവരെ അവൈലബിൾ അല്ല, 2023 കണക്കുകൾ അവൈലബിൾ ആണ്. അതിൽ പറയുന്നത് 4 ലക്ഷത്തിനടുത്താണ് കേരളത്തിൽ ജനിച്ചിട്ടുള്ള കുഞ്ഞുങ്ങളുടെ എണ്ണം. അതായത് 6 ലക്ഷത്തിൽ കൂടുതൽ കുഞ്ഞുങ്ങൾ ജനിച്ചിരുന്ന അവസ്ഥയിൽ നിന്ന് ഏകദേശം 33% കുറവ് കുഞ്ഞുങ്ങളുടെ എണ്ണത്തിൽ ഉണ്ടായി എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഈ കുഞ്ഞുങ്ങളുടെ എണ്ണത്തിലുണ്ടായ കുറവിനെ നമ്മുടെ സമൂഹം എങ്ങനെ അതിജീവിക്കും എന്നുള്ളത് ഇന്ന് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഈ പ്രതിസന്ധിയുടെ ആക്കം കൂട്ടാനായിട്ട് ഇന്ന് കുട്ടികൾ മുതിർന്ന് യുവജനങ്ങളാകുമ്പോഴേക്കും വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ നോക്കുമ്പോൾ വലിയ വലിയ വീടുകൾ ധാരാളമുണ്ട്, പക്ഷെ വീടിനകത്ത് മനുഷ്യരില്ല എന്ന് പറയുന്ന ഒരു ദയനീയ സ്ഥിതിയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് വരുന്ന ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളോട് കൂടുതൽ കുഞ്ഞുങ്ങളെ സ്വീകരിക്കുന്നത് നല്ലതാണ് എന്നൊക്കെ പറയുമ്പോൾ ചിലർ എന്നോട് പറയും, ഡോക്ടറെ കൂടുതൽ പിള്ളേരുണ്ടായിട്ട് എന്താ കാര്യം, വയസ്സാവുമ്പോൾ ഈ പിള്ളേർ നമ്മൾ നോക്കുന്ന പ്രതീക്ഷിച്ചിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ അവരോട് തിരിച്ച് ചോദിക്കാറുള്ള ചോദ്യം ഇതാണ്: വയസ്സാകുമ്പോൾ മക്കൾ നമ്മൾ നോക്കുമെന്ന് പ്രതീക്ഷ ഇല്ല എങ്കിൽ പിന്നെ ആര് നമ്മൾ നോക്കുന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്? ബംഗാളികളെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കുമല്ലേ എന്ന് ഞാൻ അവരുടെ അടുത്ത് ചോദിക്കും. അതുകൊണ്ട് ഞാൻ മാതാപിതാക്കളുടെ അടുത്ത് പറയും, നിങ്ങളൊരു കാര്യം ചെയ്യും, ഇപ്പം തന്നെ പ്രാർത്ഥിച്ച് തുടങ്ങിക്കോളൂ, ദൈവമേ വയസ്സാവുമ്പോൾ എന്നെ നോക്കാൻ നല്ലൊരു ബംഗാളീനെ തരണേ എന്ന് നിങ്ങൾ ഇപ്പോഴേ പ്രാർത്ഥിച്ച് തുടങ്ങിക്കോളൂ എന്ന് ഞാൻ അവരുടെ അടുത്ത് പറയും. ഓൾട്ടർനേറ്റ് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു കാര്യം കൂടി ചെയ്യാം. നിങ്ങളുടെ കുടുംബങ്ങളിൽ കൂടുതൽ മക്കളെ സ്വീകരിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവമേ എൻ്റെ മക്കൾക്ക് എന്നെ നോക്കാൻ മനസ്സ് തോന്നിക്കണേന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ 2 ഓപ്ഷനിൽ ഞാൻ എപ്പോഴും പറയും രണ്ടാമത്തെ ഓപ്ഷനാണ് കൂടുതൽ നല്ലത്. ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ജനിച്ച വളർന്ന അവരുടെ സംസ്കാരവും ഇതെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കുടുംബത്തിലെ കുട്ടി വളർന്ന് വലുതായി എൻ്റെ വീട്ടിൽ വന്ന് എന്നെ നന്നായിട്ട് നോക്കണേ എന്ന് പ്രാർത്ഥിക്കണേക്കാൾ നല്ലതല്ലേ എൻ്റെ മക്കൾക്ക് എന്നെ നോക്കാനായിട്ട് മനസ്സ് തോന്നിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ കുഞ്ഞുങ്ങളെന്നുള്ളത് വലിയ അനുഗ്രഹമാണ്. ചിൽഡ്രൻ ആർ എ ബ്ലെസ്സിങ് ഓഫ് ദ ലോർഡ്. പക്ഷേ നമ്മുടെ ജോലിയുടെയോ മറ്റോ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് പലപ്പോഴും നമ്മൾ 1-2 കുഞ്ഞുങ്ങൾ മതി എന്ന് പറയുന്നതും ഇന്നത്തെ കാലഘട്ടത്തിൽ 2 കുട്ടികളാകുമ്പോഴേക്കും ഇനി വേണ്ട എന്ന് ചിന്തിക്കുന്നതും. പക്ഷേ ഇതിൽ നിന്ന് കുറച്ച് നാൾ കഴിഞ്ഞ് റിഗ്രറ്റ് ചെയ്ത് ഇനിയൊരു കുഞ്ഞു കൂടി വേണമെന്ന് ആഗ്രഹിച്ച്, ചിലപ്പോഴൊക്കെ പ്രസവം നിർത്തിയവരൊക്കെ ഇനിയൊരു കുഞ്ഞിനെ കൂടി ആഗ്രഹിച്ച് എൻ്റെ അടുത്ത് ട്യൂബ് തിരിച്ചു തുന്നാനായിട്ട് വരുന്ന സാഹചര്യങ്ങൾ ധാരാളം ഞാൻ കാണാറുണ്ട്. കാരണം ഞാൻ ഈ പ്രസവം നിർത്തിയവർക്ക് ട്യൂബ് തിരിച്ചു തുന്നുന്ന ഓപ്പറേഷൻ ചെയ്യുന്ന ഒരാളാണ്. ഒരുപാട് ഡോക്ടർമാർ ആ ഒരു ഓപ്പറേഷൻ ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ പലരും നമ്മുടെ അടുത്ത് അന്വേഷിച്ച് വരാറുണ്ട്. അപ്പോൾ ഈ റിഗ്രറ്റ്, ഒരു കുഞ്ഞും കൂടി ആകാമായിരുന്നു എന്ന് പറയുന്ന ചിന്ത, പക്ഷെ പലപ്പോഴും ആ ചിന്തയൊക്കെ വരുമ്പോഴേക്കും പ്രായം കടന്നു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വിഷമമുള്ള കാര്യം. അപ്പോഴേക്കും അവരുടെ പ്രായം 40 വയസ്സ് 42 വയസ്സ് 45 വയസ്സൊക്കെ ആകുമ്പോഴേക്കും അവർക്ക് ഒരു കുഞ്ഞ് ജനിക്കാനായിട്ടുള്ള സാധ്യതയുള്ള പ്രായം കടന്നു പോകുന്നു എന്നുള്ള വിഷമകരമായ അവസ്ഥ. അതുകൊണ്ട്
നമ്മൾക്ക് ചെയ്യാവുന്നത് എന്താണ്? ഞാൻ എൻ്റെ അടുത്ത് വരുന്ന പെൺകുട്ടികളെ അല്ലെങ്കിൽ യുവദമ്പതികളുടെ മാതാപിതാക്കളോട് ഞാൻ പറയും, നിങ്ങളുടെ കാലഘട്ടത്തിൽ ജനസംഖ്യാ നിയന്ത്രണക്കാരുടെ സ്വാധീനത്തിൽപ്പെട്ട് നിങ്ങളൊരു പക്ഷേ 2-3 കുഞ്ഞുങ്ങൾ മതി എന്ന് തീരുമാനിച്ച് ഇന്നിപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ ഒറ്റയ്ക്കായിരിക്കാം ജീവിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറയുക, മോനെ നീ കൂടുതൽ മക്കളെ സ്വീകരിക്കുകയും എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ഫുൾ സപ്പോർട്ട് നിങ്ങൾക്ക് തരാം, നീ പ്രസവിച്ച് തന്നാൽ മതി, ഞാൻ പിള്ളേരെ നോക്കിക്കോളാം എന്ന് പറയാനുള്ള ഒരു മനസ്സ് നമ്മുടെ മാതാപിതാക്കൾ കാണിക്കുകയാണെങ്കിൽ ഇന്നത്തെ യുവദമ്പതികൾക്ക് അതൊരു വലിയ സപ്പോർട്ടാണ്, വലിയൊരു മോട്ടിവേഷൻ ആയിരിക്കും. കൂടുതൽ കുഞ്ഞുങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വേണമെന്ന് നമ്മൾ കണക്ക് കൂട്ടിയത് കൊണ്ടോ ആഗ്രഹിച്ചത് കൊണ്ടോ മാത്രം കുഞ്ഞുങ്ങളിവിടെ ജനിക്കാൻ പോകുന്നില്ല. അതിനുവേണ്ടി കൃത്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ബിൽഡ് ചെയ്യണം. അത് കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു സാധ്യത എന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കളിൽ നിന്നാണ്. അപ്പോൾ ഈ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നൊരു സപ്പോർട്ട് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ബ്യൂട്ടിഫുൾ. അത് മനോഹരമായിരിക്കുമെന്നാണ് ഞാൻ കരുതുക. അവരുടെ തന്നെ പേരക്കുട്ടികൾ, ഓക്കെ, അവർക്ക് ആ കുഞ്ഞുങ്ങളോട് തീർച്ചയായിട്ടും അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അവരുടെ ശരിക്കും ബൈബിളിൽ പറയുന്നത് ഇങ്ങനെയാണ്, പേരക്കുട്ടികൾ എന്ന് പറയുന്നത് അവരുടെ കിരീടത്തിലെ തൂവലാണെന്നാണ് പറയുക. അപ്പോൾ അവരുടെ ആ ഒരു പ്രായമായ ഇരിക്കുന്ന ആ കാലഘട്ടത്തിൽ അവർക്ക് ചെയ്യാവുന്ന ഏറ്റവും മനോഹരമായൊരു കാര്യമാണ് കുടുംബത്തിലേക്ക്, അവരുടെ തന്നെ കുടുംബത്തിലേക്ക്, അവരുടെ മക്കളുടെ കുട്ടികളായിരിക്കാം, അവർക്ക് ഇനി ഒരു കുഞ്ഞിനെ കൂടി സ്വീകരിക്കാനോ അല്ലെങ്കിൽ ആ കുഞ്ഞിനെ വളർത്താനോ അവർക്ക് ഇനി ഒരു സാധ്യത ഉണ്ടാവണമെന്നില്ല. പക്ഷേ അവരുടെ മക്കളുടെ കുട്ടികളെ സ്വീകരിക്കാനായിട്ട് അവർക്ക് പ്രോത്സാഹിപ്പിക്കാം, പ്രേരിപ്പിക്കാം, സപ്പോർട്ട് ചെയ്യാം. സാമ്പത്തികമായിട്ടും മറ്റു രീതിയിലൊക്കെ അവർക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കരിയർ പാത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ കരിയർ ഗ്രോത്തിന് വേണ്ടി പലപ്പോഴും ഒന്നില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഇപ്പോൾ വേണ്ട എന്ന് പറയുന്നൊരു സ്റ്റാൻസ് എടുക്കാറുണ്ട്, അല്ലെങ്കിൽ 1-2 മാക്സിമം. ഇതിനെക്കുറിച്ച് ഡോക്ടർക്ക് എന്താ പറയാനുള്ളത്? അപ്പോൾ കരിയർ അല്ലെങ്കിൽ പ്രൊഫഷന് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ വേണ്ട എന്ന് വെക്കേണ്ട ആവശ്യമുണ്ടോ എന്നതൊരു ചോദ്യമാണ്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ഞാൻ മറുപടി പറയാനായിട്ട് ആഗ്രഹിക്കുക, ഈ കുഞ്ഞുങ്ങൾ ജനിക്കുന്ന ഒരു കാലഘട്ടം, ഓക്കെ, അത് ഒരു സമയത്തേ നമുക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ ഗൈനക്കോളജി പഠിക്കുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇതാണ്, 25 വയസ്സ് വരെയുള്ള പ്രായ കാലഘട്ടത്തിലാണ് പെൺകുട്ടികളുടെ അണ്ഡാശയത്തിൽ ഏറ്റവും കൂടുതൽ കുമിളകൾ, ഫോളിക്കിൾസ് ഉള്ളത്. 30 വയസ്സ് വരെയും വലിയ കുഴപ്പമില്ലാത്ത ഫെർട്ടിലിറ്റി സ്ത്രീകളുടെ സൈഡിലുണ്ട്. പക്ഷേ 30 വയസ്സിന് മുകളിലേക്ക് പോകുമ്പോൾ ഓരോ വർഷവും 3.5 മുതൽ 4.5% വെച്ച് ഗർഭധാരണ സാധ്യത കുറഞ്ഞു വരാനായിട്ട് തുടങ്ങും. നമ്മളുടെ നാട്ടിലെ യുവ ദമ്പതികൾക്കോ അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കോ അവരുടെയൊക്കെ ഒരു ധാരണ, ഞാൻ പ്രീ മാരേജ് കോഴ്സിൽ ക്ലാസ് എടുക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ ഈ ചോദ്യം എപ്പോഴും ചോദിക്കാറുണ്ട്, 100 ദമ്പതികൾ ഒരു മാസം പ്രഗ്നൻസി കിട്ടണമെന്ന് ആഗ്രഹിച്ച് ട്രൈ ചെയ്താൽ അതിൽ എത്ര ശതമാനം പേര് വിജയിക്കും എന്നൊരു ചോദ്യം ഞാൻ ചോദിക്കാറുണ്ട്. പലപ്പോഴും എനിക്ക് കിട്ടാറുള്ള മറുപടി 50%, 60%, 70%, 40%, അങ്ങനെ ഈവൻ 100% എന്നടക്കം പറയുന്ന ആൾക്കാരുണ്ട്. കാരണം ഇവർക്കൊക്കെ പരിചയമുള്ളത് സിനിമയിൽ കണ്ടിട്ടാ. സിനിമയിൽ നായികയെ കൂട്ടിമുട്ടുന്നു, പിറ്റേ മാസം ഗർഭിണിയാവുന്നു. ഞാൻ അവരോട് പറയും, അങ്ങനെ 100% പ്രഗ്നൻസി കിട്ടണത് സിനിമയിൽ മാത്രമേ കിട്ടുള്ളൂ. കാരണം വല്ലവരുടെ പിള്ളേരെ എടുത്തിട്ടാണ് കാണിക്കണത്, അവനവൻ്റെ കുഞ്ഞുങ്ങളല്ലല്ലോ. അപ്പോൾ ഈ സിനിമ പോലെയാണ് ജീവിതമെന്ന് കണക്കാക്കി ട്രൈ ചെയ്യുമ്പോൾ അപ്പോൾ പ്രഗ്നൻസി കിട്ടുമെന്ന് ചിന്തിക്കുന്ന ഒരു ധാരണ പലപ്പോഴും തെറ്റിപ്പോവാറുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്ന ഭാര്യമാരോ ഭർത്താക്കന്മാരോ നാട്ടിൽ, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട് 2 പേര് 2 സ്ഥലത്ത് ജോലി ചെയ്യുന്നു, അവർ വർഷത്തിൽ 1-2 മാസം മാത്രം ഒരുമിച്ച് വരുന്നവർ ട്രൈ ചെയ്യുന്നവർക്ക് പ്രഗ്നൻസി കിട്ടുന്നില്ല. അവരെ സംബന്ധിച്ച് അത് വളരെ വേദനാജനകമാണ്. പക്ഷേ ഒരു ഗൈനക്കോളജിസ്റ്റിനെ സംബന്ധിച്ച് അതിൽ വലിയ അത്ഭുതമുള്ള കാര്യമൊന്നുമല്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഒരു മാസത്തിൽ പ്രഗ്നൻസി കിട്ടാനായിട്ടുള്ള സാധ്യത എന്ന് പറയുന്നത് 15%. 6 മാസം ഭാര്യയും ഭർത്താവും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് പ്രഗ്നൻസി കിട്ടാനായിട്ടുള്ള ചാൻസ് നമുക്ക് 50 മുതൽ 60% എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു വർഷം ട്രൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 85% പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു കണക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ കരിയറിന് വേണ്ടി വിവാഹം ലേറ്റാക്കുകയോ ഓർ പ്രഗ്നൻസി ലേറ്റാക്കുകയോ ചെയ്ത് പിന്നീട് ട്രൈ ചെയ്തിട്ട് കിട്ടാതെ വരുമ്പോൾ ഇവർ അഭിമുഖീകരിക്കുന്ന വലിയ മാനസികമായിട്ടുള്ള വേദനകൾ എല്ലാ ദിവസവും കാണുന്ന ഒരാളാണ് ഞാൻ. ചിലർക്ക് ആദ്യമേ തന്നെ ട്രൈ ചെയ്തിട്ട് കിട്ടാത്തവരുണ്ടാകാം, പക്ഷേ അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കുഞ്ഞുങ്ങളെ ദൈവം തരണതാണല്ലോ. അപ്പോൾ കരിയറിന് വേണ്ടി നമ്മളിതെല്ലാം ചെയ്ത് നമ്മുടെ ജീവിതം മുഴുവൻ നമ്മുടെ ജോലിക്ക് വേണ്ടി നമ്മൾ
കൊടുത്ത് അവസാനം ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് നമ്മളെ ആവശ്യമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ നമ്മളെ അതിൽ നിന്ന് പതുക്കനെ പറഞ്ഞു വിടുമെന്നുള്ളത് ഒരു വസ്തുതയാണ്. എത്രയോ വലിയ IT കമ്പനികളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ ഒരു പക്ഷേ ഒരു ദിവസം നാളെ വരണ്ട, അല്ലെങ്കിൽ ഞങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടു എന്നറിയുമ്പോൾ വേദനയോട് കൂടിയിട്ട് തിരിച്ചു പോരേണ്ടി വരുന്നു. ഈ കരിയറിന് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ കുഞ്ഞുങ്ങൾ ജനിക്കാൻ സാധ്യതയുള്ള പ്രായത്തിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ ദേ വിൽ ഗ്രോ. ഓരോ വർഷം കഴിയുമ്പോഴും ഓരോ വയസ്സ് കൂടി വരുന്നു. നമ്മളുടെ ശ്രദ്ധ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആദ്യത്തെ ഒരു 6 വയസ്സ് വരെ നമ്മളുടെ, ഓർ മേ ബി ലൈക്ക് ഈവൻ 4 വയസ്സാകുമ്പോഴേക്കും കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയി തുടങ്ങി, അല്ലെങ്കിൽ ചിലപ്പോൾ 3 വയസ്സാകുമ്പോഴേക്കും കുട്ടികൾ അംഗൻവാടിയിലോ പ്രീ സ്കൂളിലോ ഒക്കെ പോയി തുടങ്ങി. പിന്നെ അവർ നമ്മുടെ കൂടെ ഇല്ല. നമ്മുടെ പ്രൊഫഷന് കുഞ്ഞുങ്ങൾ ഒരു തടസ്സമാണ് എന്നൊന്നും നമുക്ക് കണക്കാക്കേണ്ട കാര്യമില്ല. നമ്മൾ ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്നോ, ജോലി ചെയ്യാൻ വേണ്ടി ജീവിക്കുന്നോ എന്നുള്ളൊരു ചോദ്യം അവിടെ വരും. അപ്പോൾ നമ്മൾ സമയം 8 മണിക്കൂറോ 10 മണിക്കൂറോ ജോലി ചെയ്ത് നമ്മൾ തിരിച്ചു വരികയും നമ്മുടെ മക്കളോടൊപ്പം ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുകയും അവരുടെ ഫോർമേഷനിൽ നമ്മൾ കാര്യക്ഷമമായിട്ട് നമ്മൾ ഇടപെടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം മനോഹരമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. സാമ്പത്തികമായിട്ടുള്ള വളർച്ചയ്ക്കും അത് സഹായിക്കും. ഇനി ഏതെങ്കിലും ഒരു കാരണവശാൽ ഒരാൾക്ക് കുറച്ച് ജോലിയുടെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ട് നേരിടുന്നെങ്കിൽ, എസ്പെഷ്യലി ഈ പ്രഗ്നൻസി ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഒരു ബ്രേക്ക് എടുക്കുന്ന ഒരു സ്ത്രീയുടെ കേസിൽ, ഒരു അമ്മയുടെ കേസിൽ തിരിച്ചു ജോലിക്ക് കയറാൻ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭർത്താവ് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് തന്നെ ആ ഒരു റോൾ കൂടുതൽ കാര്യക്ഷമമായിട്ട് അവരുടെ ജോലിയിൽ കൂടുതൽ ഉത്തരവാദിത്വത്തോടു കൂടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വലിയ കുഴപ്പമില്ലാതെ നമ്മുടെ കുടുംബങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കോളും. പലപ്പോഴും നമ്മൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലും പ്രതിസന്ധികളിലും ചെന്ന് പെടുന്നത് നമ്മളുടെ തന്നെ ചില തെറ്റായ പ്രയോറിറ്റീസ് കാരണമാണ്. ചിലപ്പോഴും നമ്മൾ വലിയ വീട് വെക്കാനായിട്ട് നമ്മൾ ഒരുപാട് പൈസ ലോൺ എടുക്കുന്നത് കൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ പ്രശ്നം വരിക. ചിലപ്പോൾ ഒരു പക്ഷേ വലിയ കാറ് വാങ്ങി അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. വേറെ ചില ഹാബിറ്റുകളിൽപ്പെട്ട് പൈസ അനാവശ്യമായിട്ട് നഷ്ടപ്പെടുത്തുന്ന ധാരാളം മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എന്നോട് ഒരു സ്ത്രീ പറയുമായിരുന്നു, അവരുടെ ഹസ്ബൻഡ് ഓൺലൈൻ റമ്മി കളിച്ച് ദിവസം 3000 രൂപ വെച്ച് നഷ്ടപ്പെടുത്തി കുടുംബം സാമ്പത്തിക പ്രതിസന്ധിയിലെത്തിയ ഒരു സംഭവം എൻ്റെ അടുത്ത് പങ്കുവെക്കുകയായിരുന്നു. അത്തരം ഹാബിറ്റ്സ്, ഒരുപക്ഷെ മദ്യപാനശീലമായിരിക്കാം, ഇത്തരം ഹാബിറ്റ്സൊക്കെ നമ്മളൊന്ന് കട്ട് ഷോർട്ട് ചെയ്ത് നമ്മുടെ പ്രയോറിറ്റീസ് നമ്മൾ കൃത്യമായിട്ട് ഒന്ന് ക്രോഡീകരിച്ച് ആ പ്രയോറിറ്റീസിനനുസരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കരിയർ പ്ലസ് നമ്മുടെ കുടുംബം, കുഞ്ഞുങ്ങൾ, വലിയ കുടുംബങ്ങളെ സ്വീകരിക്കാനും കൂടുതൽ മക്കളെ വളർത്താനും ഇന്നത്തെ കാലഘട്ടത്തിൽ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കുഞ്ഞുങ്ങളുടെ എണ്ണം കുറയും തോറും കുഞ്ഞുങ്ങളെ വളർത്താനായിട്ടുള്ള ചിലവ് കൂടുക ചെയ്യുക. കാരണം സ്കൂളുകളിൽ കുഞ്ഞുങ്ങളുടെ എണ്ണം കുറയുമ്പോൾ സ്കൂൾ ഫീസും വാൻ ഫീസും എല്ലാം കൂടിക്കൊണ്ടിരിക്കും. അതേസമയം കൂടുതൽ കുഞ്ഞുങ്ങളുള്ള ഒരു സാഹചര്യത്തിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനോ മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉള്ള ചിലവ് ആക്ച്വലി കുറഞ്ഞു നിൽക്കും. ഓക്കെ, ഇനി ഈ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് നമ്മൾ ഒരു പക്ഷേ 15, 18, 20 വർഷം സാധാരണഗതിയിൽ LKG തുടങ്ങി ഒരു 12 വർഷം നമ്മളവരെ 14 വർഷം നമ്മളവരെ പഠിപ്പിക്കുന്നു, +2 കഴിയുന്നത് വരെ. പിന്നെ അവരുടെ ഒരു ഡിഗ്രി കാലഘട്ടം ഒരു 4 വർഷം, ഒരു പ്രൊഫഷണൽ കോഴ്സ് തന്നെ കണക്കാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 18 വർഷമാണ് നമ്മളവരെ സപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. ഈ 18 വർഷം കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾ ഏൺ ചെയ്യാനായിട്ട് തുടങ്ങുന്നു എന്നുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ഫേസ് ഉണ്ട്. ആ കാലഘട്ടത്തിൽ 4 5 മക്കളുള്ള ഒരു അപ്പനും അമ്മയ്ക്കും ഈ 5 മക്കളും ഏൺ ചെയ്യുന്ന ഒരു കാലഘട്ടം, അതേസമയം ഒരു കുഞ്ഞ് മാത്രമുള്ള ഒരു കുടുംബത്തിലെ ആ കുട്ടിക്ക് ഏൺ ചെയ്യുന്നതിൻ്റെ 5 ഇരട്ടിയാണ് 5 മക്കളുള്ള ഒരു കുടുംബത്തിലേക്ക് വരാൻ പോകുന്ന ഇൻകം. അപ്പോൾ പ്രൊഫഷണൽ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ലഭിച്ചിട്ടുള്ള സാധ്യതകൾ നമ്മൾ ഉപയോഗിക്കണം. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്നുള്ളത് നമ്മുടെ ഒരു പ്രയോറിറ്റിയാണ്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് മക്കളെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ ദൈവം നമുക്കൊരു പ്രായകാലഘട്ടം തന്നിട്ടുണ്ട്. ഈ കാര്യം മാത്രം നമ്മൾ മറക്കരുത്. പ്രൊഫഷൻ, എൻ്റെ ഭാര്യ ഡോക്ടറാണ്, ഞങ്ങൾ ഒരുമിച്ച് വർക്കിംഗ് ആണ്. പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ ചില പ്രയോറിറ്റീസ് എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ വൈഫ് ഗവൺമെൻറ് സർവീസിൽ വർക്ക് ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്ക് കൂടുതൽ മക്കളെ സ്വീകരിക്കുന്നതിന് വേണ്ടി ആൾ ഗവൺമെൻറ് സർവീസിലെ ജോലി റിസൈൻ ചെയ്തിട്ടാണ് ഞങ്ങൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. അത് ഞങ്ങളുടെ കുടുംബജീവിതത്തെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം
ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് ഒരേ OPയിലിരുന്ന് വർക്ക് ചെയ്യുകയും വൈഫിനെ നൈറ്റ് ഡ്യൂട്ടി എടുക്കേണ്ട ആവശ്യം വരാത്ത രീതിയിലാണ് ഞങ്ങളുടെ ജോലിയുടെ സെറ്റിംഗ്. അപ്പോൾ ആൾക്ക് ഉച്ചയ്ക്ക് 2 മണിക്ക് തിരിച്ച് വീട്ടിലേക്ക് പോരാം. വീട്ടിലെ കാര്യങ്ങളെല്ലാം ആൾക്ക് ക്രമീകരിക്കാം. കുഞ്ഞുങ്ങളുടെ പഠനത്തിൻ്റെ കാര്യത്തിലോ അവരുടെ ഫോർമേഷൻ്റെ കാര്യത്തിലോ ഒക്കെ വൈഫിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കാനായിട്ട് പറ്റുന്നു. എനിക്കാണെങ്കിൽ പ്രൊഫഷൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഞാൻ കൂടുതലായിട്ട് എടുക്കുന്നു. അങ്ങനെ നമ്മുടെ കുടുംബജീവിതം മുന്നോട്ട് പോകുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് പ്രൊഫഷന് വേണ്ടിയിട്ട് നമ്മുടെ കുടുംബജീവിതത്തെ നമ്മൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ സമയവും കാലവും കടന്നു പോയിട്ട് പിന്നെ നമ്മൾ റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ല. കഴിഞ്ഞൊരു ചോദ്യത്തോട് ചേർത്ത് വെച്ച് ചോദിക്കാൻ തോന്നുന്നൊരു ചോദ്യമാണ്, ചില സ്ത്രീകൾ പ്രഗ്നൻസി ഇഷ്യൂസ് കാരണം അല്ലെങ്കിൽ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കാരണം കുഞ്ഞുങ്ങൾ വേണ്ട നിൽക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ബോഡി ട്രാൻസ്ഫോം ആവുമെന്ന് പേടിച്ചിട്ട് പ്രഗ്നൻസി വേണ്ട നിൽക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് വേണ്ട നിൽക്കുന്ന ആൾക്കാരുണ്ട്. അതേസമയം ഡോക്ടറിൻ്റെ ഒരു ടോക്കിൽ ഞാൻ കേട്ടതാണ്, കൂടുതൽ പ്രസവിക്കും തോറും സ്ത്രീകളുടെ ആരോഗ്യം ഗുണകരമാണെന്നുള്ളത്. ഇതിനെക്കുറിച്ച് ഡോക്ടർക്ക് എന്താ പറയാനുള്ളത്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, ആദ്യത്തെ പ്രഗ്നൻസിയേക്കാൾ എപ്പോഴും രണ്ടാമത്തെ ഡെലിവറി, രണ്ടാമത്തെ പ്രസവമാണ് കൂടുതൽ എളുപ്പം ഓർ കോംപ്ലിക്കേഷൻസ് കുറവുള്ളത്. എല്ലാം രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഒക്കെ ഡെലിവറീസാണ്. ആദ്യത്തെ 4 ഡെലിവറികൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുള്ളത് ഫസ്റ്റ് ഡെലിവറിയിലാണ്. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ടാണത്. ഒന്നാമത്തെ കാര്യം, ആദ്യത്തെ പ്രഗ്നൻസിയിൽ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ചില മാറ്റങ്ങൾ, ഈ മാറ്റങ്ങളിൽ പലതും അവിടെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് അടുത്തൊരു പ്രഗ്നൻസി ബിക്കംസ് ഈസിയർ. പിന്നെ നമ്മുടെ ശരീരത്തിനും കുറേ പരിചയമുണ്ട്, കഴിഞ്ഞ പ്രഗ്നൻസി എങ്ങനെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് രണ്ടാമത്തെ പ്രഗ്നൻസിയിലെ മാറ്റങ്ങളോട് എളുപ്പത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാനും അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാനൊക്കെ സാധിക്കുന്നു. അടുത്ത പ്രഗ്നൻസി ഒരു പക്ഷേ കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് നമുക്ക് എങ്ങനെ 2 കുഞ്ഞുങ്ങളെ ഒരുമിച്ച് നോക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ആകുലത പലരും പറയാറുണ്ട്. പക്ഷേ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൂത്ത കുഞ്ഞ് പലപ്പോഴും 1 വയസ്സോ 1.5 വയസ്സോ 2 വയസ്സോ കാലഘട്ടത്തിൽ ഉള്ളപ്പോൾ അടുത്തൊരു കുഞ്ഞിനെ കുടുംബത്തിലേക്ക് വരുമ്പോൾ അവർ വളരെ പെട്ടെന്ന് തന്നെ മേ ബി ഒരു 3-4 മാസം കഴിയുമ്പോഴേക്കും ഈ കുഞ്ഞുങ്ങൾ പ്രതികരിച്ച് തുടങ്ങുന്നു. അവർ ചിരിക്കാനും കൂട്ടുകൂടാനും കളിക്കാനും ഒക്കെ തുടങ്ങി കഴിയുമ്പോൾ അവർ തമ്മിലുള്ള ബോണ്ടിങ് വളരെ സ്ട്രോങ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുകയും അവർ ഒരുമിച്ച് വളരാനായിട്ട് തുടങ്ങുന്നതൊക്കെ വളരെ രസകരമായിട്ടുള്ള അനുഭവങ്ങളാണ്. അതേസമയം ഒരു കുഞ്ഞ് മാത്രം എന്ന് വിചാരിക്കുന്ന കുടുംബങ്ങളിലെ അവസ്ഥ, ആ കുഞ്ഞ് ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥയുണ്ട്. ആ കുഞ്ഞിനെ കളിക്കണമെങ്കിൽ അപ്പനോ അമ്മയോ വേണം അവൻ്റെ കൂടെ കളിക്കാനായിട്ട്. അങ്ങനത്തെ ആ കുഞ്ഞിൻ്റെ ഏത് ആവശ്യത്തിനും ഈ മാതാപിതാക്കൾ തന്നെ കൂടെ പോകേണ്ട, കൂട്ടു നടക്കേണ്ട ഒരവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ കുഞ്ഞുങ്ങളുള്ള കുടുംബങ്ങളിൽ മൂത്ത കുട്ടികൾ തന്നെ താഴെയുള്ളവരെ അവർക്ക് കൂട്ടുകൂടാനും കളിക്കാനും പാട്ട് പാടാനും വിഷമങ്ങൾ പറയാനും എല്ലാം മൂത്ത കുട്ടികൾ അവരുടെ കൂടെയുണ്ട്. അപ്പോൾ മാതാപിതാക്കൾ ഒരുപക്ഷെ അവരുടെ കഷ്ടപ്പാടുകളെ മാത്രം ചിന്തിക്കുമ്പോൾ ഇത്തരം അഡ്വാൻറ്റേജസ് ആ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനമാണ് താഴെയുള്ള ഒരു കുഞ്ഞ് എന്ന് പറയുന്നത്. ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു സഹോദരി, നമുക്ക് നമ്മുടെ മക്കൾക്ക് നൽകാവുന്ന ഏറ്റവും നല്ല സമ്മാനമാണ് അവർക്കൊരു സഹോദരനെയോ സഹോദരിയോ കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് കഷ്ടപ്പാടുകൾ എടുക്കേണ്ടി വന്നാലും ഇറ്റ് ഈസ് വർത്ത് ഇറ്റ്. അതിന് തക്ക മൂല്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ മാതാപിതാക്കൾ അതിനുവേണ്ടി വില കൊടുക്കാനായിട്ട് തയ്യാറാകുന്നു. ഒരു കുഞ്ഞിനെ കൂടി പ്രസവിക്കുമ്പോൾ സ്ത്രീകളുടെ ആരോഗ്യം നന്നാവോ മോശമാവോ എന്ന് പറയുന്ന ഒരു ചോദ്യം, കൂടുതൽ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത് സ്ത്രീകളുടെ ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ശാസ്ത്രീയമായിട്ട് നോക്കുമ്പോൾ ഓരോ കുഞ്ഞിനെ പ്രസവിക്കുമ്പോഴും ദ ഇൻസിഡൻസ് ഓഫ് ഫൈബ്രോയിഡ് യൂട്രസ്, ഗർഭപാത്രത്തിൽ മുഴകളോ മറ്റു കാര്യങ്ങളോ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കുറയുന്നു. എത്ര കുഞ്ഞുങ്ങളുണ്ടോ അത്രയും സാധ്യത കുറയും. ബ്രസ്റ്റ് ക്യാൻസർ ഇൻസിഡൻസ് കംസ് ഡൗൺ. സ്തനാർബുദം അഥവാ മാറിടത്തിൽ ക്യാൻസർ വരാനായിട്ടുള്ള സാധ്യത കുറയുന്നു. ദ ഇൻസിഡൻസ് ഓഫ് എൻഡോമെട്രിയൽ ക്യാൻസർ കംസ് ഡൗൺ. ഗർഭപാത്രത്തിൽ ക്യാൻസർ വരാനായിട്ടുള്ള സാധ്യത കുറയുന്നു. ഒവേറിയൻ ക്യാൻസർ കംസ് ഡൗൺ. ഓവറിയിൽ മുഴകളും ക്യാൻസറും വരാനായിട്ടുള്ള സാധ്യത കുറയുന്നു. ഇതൊക്കെ ശാസ്ത്രീയമായിട്ടുള്ള കണക്കുകളാണ്. പക്ഷേ ഇതൊന്നും പലപ്പോഴും മനുഷ്യർ തിരിച്ചറിയുന്നില്ല, ഓർ അതിനെ പറ്റിയിട്ട് അവെയറല്ല. ഓരോ കുഞ്ഞുങ്ങളെ സ്വീകരിക്കുമ്പോഴും നിയർ ടേം കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടെങ്കിലും ലോങ് ടേം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്.
പിന്നീട് പല ദമ്പതികൾക്കും മറ്റൊരു കാര്യം ദമ്പതികൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ചോദ്യം ഇതാണ്, കൂടുതൽ മക്കൾ വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ പ്രസവം സിസേറിയനായിപ്പോയി, അതുകൊണ്ട് കൂടുതൽ മക്കളെ ഇനി സ്വീകരിക്കാൻ സാധിക്കില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പറ്റുമെന്ന് തന്നെയാണ് ഉത്തരം. ഇന്നത്തെ കാലഘട്ടത്തിൽ സർജിക്കൽ ടെക്നിക്സ്, സർജറി സിസേറിയൻ ചെയ്യുന്ന ടെക്നിക്കുകളൊക്കെ അതിലൊക്കെ എവല്യൂഷൻ മാറ്റങ്ങൾ വന്നു. ഉപയോഗിക്കുന്ന നൂല് ഇൻഫെക്ഷൻ വരാനായിട്ടുള്ള സാധ്യതകളൊക്കെ വളരെ കുറവുള്ള രീതിയിലുള്ള ശസ്ത്രക്രിയാ രീതികളും ശസ്ത്രക്രിയാ നൂലുകളൊക്കെയാണ് നമ്മളിന്ന് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ യൂട്രസിൻ്റെ ഹീലിംഗ് ഒക്കെ വളരെ മനോഹരമായിട്ട് നടക്കുന്നത് കൊണ്ടും ഇന്ന് 4, 5, 6, 7 ഒക്കെ സിസേറിയനുകൾ സുരക്ഷിതമായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾ കുറയുന്ന, വീടുകൾ അനാഥമായി പോകുന്ന, ലോൺലിനെസ് അല്ലെങ്കിൽ ഏകാന്തത ഒരു എക്സ്പ്ലോസീവായിട്ട്, ഇപ്പോൾ ഒരുപക്ഷെ ജനസംഖ്യാ വിസ്ഫോടനം എന്നുള്ള ഒരു വാക്കൊക്കെ നമുക്ക് വളരെ പരിചയമുള്ളതാണ്. പക്ഷേ ഇന്നത്തെ കാലഘട്ടം നമ്മൾ കാണുന്നത് ഇറ്റ് ഈസ് ദ എക്സ്പ്ലോഷൻ ഓഫ് ലോൺലിനെസ്. നമ്മുടെ വീടുകളിൽ മാതാപിതാക്കൾ ഇന്ന് ഒറ്റയ്ക്കാവുന്ന സ്ഥിതിയാണ്, ഓർ കുട്ടികൾ ഒറ്റയ്ക്കാവുന്ന അവസ്ഥയാണ്, അവർക്ക് പങ്കുവെക്കാനായിട്ട് സഹോദരങ്ങളില്ലാത്ത അവസ്ഥയാണ്, സഹോദരങ്ങളോ കൂട്ടുകൂടാനായിട്ട് ഏറ്റവും അടുത്ത ആൾക്കാരോ ഇല്ലാത്തതും മൂലം തന്നെ സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട്. അതിൽ നിന്നെല്ലാം മാറി വളരെ ലൈവ്ലി ആയിട്ടുള്ള ജീവനുള്ള കുടുംബങ്ങൾ, ജീവൻ്റെ സമൃദ്ധിയുള്ള കുടുംബങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ജീവൻ ഭാരമാണെന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ ജീവൻ ഒരു അനുഗ്രഹമാണെന്ന് പറയുന്ന ഡോക്ടർ ശരിക്കും പറഞ്ഞൊരു ഒഴുക്കിനെതിരെയുള്ള ഒരു നീന്തലാണ്. ഈ ഒഴുക്കിനെതിരെ നീന്താനായിട്ട് എവിടെ നിന്നാണ് ഡോക്ടർക്ക് ഊർജ്ജം കിട്ടുന്നത്? ഈ ഒരു ചോദ്യം, ജീവൻ അനുഗ്രഹമാണെന്ന് ഞാൻ പറയുമ്പോൾ അത് എന്ത് അടിസ്ഥാനമാക്കിയിട്ടാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ജീവൻ അനുഗ്രഹമാണെന്ന് ഞാൻ പറയുന്നത് എനിക്ക് കിട്ടിയിട്ടുള്ള വെറും ഒരു ബോധ്യം മാത്രമല്ല, അത് ദൈവത്തിൽ അടിയുറച്ച ഒരു വിശ്വാസത്തിൽ നിന്നാണ് എനിക്കത് പറയാനായിട്ട് പറ്റുന്നത്. കാരണം ഗോഡ് ഹാസ് ഗോട്ട് എ പ്ലാൻ. ഓരോ മനുഷ്യജീവനെ പറ്റിയിട്ടും ദൈവത്തിന് വളരെ വ്യക്തമായിട്ടുള്ളൊരു പദ്ധതിയുണ്ട്. അപ്പോൾ ദൈവാശ്രയത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഈ ഒരു കാര്യം ഏറ്റവും ശക്തമായിട്ട് തന്നെ പ്രഘോഷിക്കാനായിട്ട് പറ്റുള്ളൂ. ഓരോ ജീവനും ഒരു അനുഗ്രഹമാണ് എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കണമെങ്കിൽ ആ ജീവനെ പറ്റിയിട്ട് ദൈവത്തിന് വളരെ വ്യക്തമായിട്ടുള്ളൊരു പദ്ധതിയുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവാണ് ശരിക്കും ഈ ഒരു ശക്തമായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കാനായിട്ടുള്ള എൻ്റെ ഊർജ്ജ സ്രോതസ് എന്ന് വേണമെങ്കിൽ പറയാം. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഞാനൊരു കത്തോലിക്ക വിശ്വാസി ആയതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും കാലത്ത് വിശുദ്ധ കുർബാനയിൽ നിന്നാണ് എൻ്റെ ജീവിതം ആരംഭിക്കുന്നത്. കാലത്ത് എൻ്റെ ഇടവക പള്ളിയിൽ തന്നെയാണ് ഞാൻ കാലത്ത് കുർബാനയ്ക്ക് പോവുക. കാലത്ത് 6:30 കുർബാനയ്ക്ക് പോയി അതിനുശേഷമാണ് ഞാൻ എൻ്റെ ദിവസം ആരംഭിക്കുന്നത്. അത് നൽകുന്ന ഒരു ശക്തി വളരെ അധികമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണവും ദൈവത്തിൻ്റെ കരവും നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളത് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാര്യമാണ്. അത് നമ്മളുടെ പ്രൊഫഷനിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മിനിസ്ട്രിയിലും ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും മനോഹരമായിട്ടുള്ളൊരു അനുഭവമാണ്. ഡോക്ടർ ഫിൻഡോ, ഡോക്ടർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമുക്കൊരു ബിസി ഷെഡ്യൂളായിരിക്കും മൊത്തം എന്നുള്ളത്. അപ്പോൾ ഡോക്ടർ എങ്ങനെയാണ് ഡോക്ടർ ഈ ഒരു ബിസി ഷെഡ്യൂളിൻ്റെ ഇടയിലും ഇവാഞ്ചലൈസേഷൻ ഒരു സമയം കണ്ടെത്തുന്നത്? എൻ്റെ പ്രൊഫഷൻ, എൻ്റെ മിനിസ്ട്രി, ഇത് രണ്ടും വളരെ ചേർന്ന് പോകുന്നതാണ്. പ്രോ ലൈഫ് മിനിസ്ട്രി എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ ജീവൻ അനുഗ്രഹമാണെന്ന് എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസിനോട് അവരുടെ നീഡ്, അവരുടെ ആവശ്യമുള്ള സമയത്ത് അത് കൃത്യമായിട്ട് പങ്കുവെച്ച് കൊടുക്കാനും, അവരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളൊക്കെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചികിത്സയ്ക്ക് വരാറുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ പങ്കുവയ്ക്കാറുള്ളത് ഇതാണ്: നമുക്ക് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാനായിട്ട് പറ്റില്ല, നമുക്ക് ദൈവത്തോട് സഹകരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. സൃഷ്ടി കർമ്മം എന്നുള്ളത് ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തോട് സഹകരിക്കുന്നു. ദാമ്പത്യ സംയോഗത്തിലൂടെ നമ്മൾ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തോട് സഹകരിക്കുന്നു. ആ ദാമ്പത്യ സംയോഗത്തിൻ്റെ ഫെർട്ടിലിറ്റി പൊട്ടൻഷ്യൽ, ഗർഭധാരണ സാധ്യതയെ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. തടസ്സങ്ങളുണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കാനായിട്ടുള്ള മരുന്നുകളോ പ്രൊസീജിയേഴ്സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കും. ബട്ട് സ്റ്റിൽ ഡിസിഷൻ ദൈവത്തിൻ്റെ കയ്യിലാണ്. ഇപ്പം ദൈവം തീരുമാനിക്കുന്ന സമയത്താണ് നമുക്ക് ഒരു കുഞ്ഞ് ജനിക്കുകയുള്ളൂ എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ നിന്ന് തന്നെയാണ് എൻ്റെ ഇവാഞ്ചലൈസേഷൻ അഥവാ ദൈവത്തിനെ പങ്കുവെക്കുക എന്നുള്ള
ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രസവത്തിനായിട്ട് ലേബർ റൂമിലായിരിക്കുന്ന പെൺകുട്ടിയുടെ ഭർത്താവും അവരുടെ മാതാപിതാക്കളും ഒക്കെ പുറത്ത് വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നുണ്ടാവും. അവരുടെ അടുത്ത് പങ്കുവയ്ക്കുമ്പോഴായാലും നമുക്ക് ആ ഒരു ദൈവാശ്രയത്തോടു കൂടി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ദെൻ തിങ്സ് ആർ ഈസിയർ. ഈവൻ പ്രൊഫഷനിൽ പോലും അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡോടു കൂടി എൻ്റെ പേഷ്യൻസിനെ ചികിത്സിക്കുകയും അവരോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പമുള്ളതുപോലെ എനിക്ക് തോന്നാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും ആൾക്കാർ ചോദിക്കും, എന്തുകൊണ്ടാണ് ഡോക്ടറെ ഞങ്ങൾ എല്ലാം കൃത്യമായിട്ട് നോക്കിയിട്ടും പ്രഗ്നൻസി കിട്ടാത്തത്? നമുക്ക് അവർക്ക് കൊടുക്കാനായിട്ടുള്ള മറുപടി അത്രയേ ഉള്ളൂ. എല്ലാം കൃത്യമായിട്ട് നമ്മൾ നോക്കി എല്ലാ ടെസ്റ്റുകളും നോർമലാണെങ്കിലും ദൈവം തീരുമാനിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ ഉണ്ടാവുള്ളൂ. ഞാൻ പറയും ദാറ്റ് ഈസ് മൈ ഫെയ്ത്ത്. എൻ്റെ വിശ്വാസം അങ്ങനെയാണ്. ഇറ്റ് ഈസ് അപ് ടു യു ടു ചൂസ്. നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അതിനെ എടുക്കാം. ബട്ട് നമ്മൾ നമ്മുടെ വിശ്വാസം വേറൊരാളുടെ മേലെ ഇമ്പോസ് ചെയ്യുന്നൊന്നുമില്ല. ബട്ട് വളരെ സിമ്പിളായിട്ട് നമ്മൾ നമ്മുടെ വിശ്വാസം അവരുടെ അടുത്ത് പങ്കുവയ്ക്കുന്നു. ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവത്തിൻ്റെ സമയത്ത് നിങ്ങൾക്കൊരു കുഞ്ഞുങ്ങൾ ജനിക്കും. നമുക്ക് തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ ഡെലിവറി, പ്രഗ്നൻസി ഈ ടൈമിലുണ്ടാകുന്ന ആങ്സൈറ്റീസ് അതൊക്കെ നമ്മൾ അവരെ റീഅഷ്വർ ചെയ്യുമ്പോഴും ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആങ്സൈറ്റീസ് അല്ലെങ്കിൽ ഓരോ ഫേസിലും ഒരു ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഇറ്റ് ബിക്കംസ് ഈസിയർ. അപ്പോൾ ഈ ഒരു പങ്കുവെപ്പ് തന്നെയാണ് എൻ്റെ പ്രൊഫഷനിലുള്ള എൻ്റെ ഒരു ഇവാഞ്ചലൈസേഷൻ. ഈ കാലഘട്ടത്തിൽ ഏറെ പ്രസക്തമായ കാര്യങ്ങൾ, എന്നാൽ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന കുറേ കാര്യങ്ങളും ഇത്രയും ലളിതമായി പറഞ്ഞു തന്ന ഡോക്ടർ ഫിൻഡോ, താങ്ക് യു.